ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതാണ്. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ് നോക്കുന്നത് കേട്ടോ. ഇന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടാക്ട് ആണെങ്കിൽ, സെപ്പറേഷനിലാണെങ്കിൽ, എന്തൊരു പ്രശ്നമാണോ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ റിയൂണിയൻ പോസിബിൾ ആണോ നോക്കാം. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾ ആണ്. കാണുന്നുണ്ടോ? ഓക്കെ, എയ്റ്റ് ഓഫ് പെന്റക്കിൾ, ഏസ് ഓഫ് കപ്സ്, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. എംപ്രസ് വന്നിട്ടുണ്ട്, പ്രിൻസസ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. അബഡൻസ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ബന്ധത്തിൽ പുരോഗതിയുണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരു കാർഡും കൂടി എടുക്കാം. 2 വാൻഡ്സ്, കാണുന്നുണ്ടോ? ഇവിടെ നിങ്ങളുടെ എനർജിയാണ് ഏസ് ഓഫ് പെന്റക്കിൾ പറയുന്നത്. നിങ്ങളിലേക്ക് ന്യൂ ബിഗിനിങ് എന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ എത്ര പേർക്കെന്ന് എനിക്കറിയില്ല. നിങ്ങളിലേക്ക് ഒരു ടാസ്ക് വരികയാണ്. ഒരു ടാസ്ക് പൂർത്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ന്യൂ ഐഡിയ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. പുതിയ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കാണാൻ പറയുന്നു. നിങ്ങളുടെ ആംബിഷനെ ഫോളോ ചെയ്യാൻ പറയുന്നു. എങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് പ്രോസ്പെരിറ്റി ആണ്, സക്സസ് ആണെന്നാണ്. നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആണ്. ഇവിടെ കൈ നിറച്ച് സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഫോക്കസ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാകുന്നത്. നിങ്ങൾ നേടാൻ പോവുകയാണെന്ന് പറയുന്നു. ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട വ്യക്തികളല്ല നിങ്ങളെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പിരിയലാവാം, സെപ്പറേഷൻ ആവാം. അവർ തിരിച്ചു വരുന്നേക്കാളും മുന്നേ നിങ്ങൾ തോറ്റു കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളിലെ മെറ്റീരിയൽ പ്രോഗ്രസ്സിനെയാണ് കാർഡ്സ് പറയുന്നത്. ചെയ്യാനാണ് പറയുന്നത്. ഒരു ടാസ്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ മനസ്സിന് കൺട്രോൾ കിട്ടുന്നില്ല, നിംസ എന്ന് പറയുന്നവരുണ്ട്. മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാനാണ് നമ്മൾ പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക, 7 ചക്ര ഹീലിംഗ് ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള വ്യക്തികളുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. നിങ്ങളോട് ഹാർഡ് വർക്ക് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ 8 ഓഫ് പെന്റക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. ആ ഒരു കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഒരു കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സണെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി തന്നെയാണ്. നിങ്ങളുടെ മെത്തോളജിക്കൽ പ്രോഗ്രസ് ആണ് ഇപ്പോൾ നോക്കേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ക്ഷമയാണ് ആവശ്യം, ആത്മവിശ്വാസമാണ് ആവശ്യം. നിങ്ങളുടെ സോൾ പർപ്പസ് എന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് ഇവിടെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒന്നും വരില്ല.
നമ്മൾ എനർജറ്റിക് ആവണം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇവിടെ പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആദ്യം തന്നെ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി നമ്മളിലേക്ക് വരേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു പോസിറ്റീവ് ഓറ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നുള്ളൂ. ആ അട്രാക്ഷനാണ് വേണ്ടത്. നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് ചിന്തകളെ നമ്മളിൽ വെച്ച് കഴിഞ്ഞാൽ ആരാ നമ്മളിലേക്ക് വരിക? അതിന് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ലവ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരും. നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും, കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കും. നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഭക്ഷണവും ഉറക്കവും വെള്ളവും. അതുതന്നെ നമ്മളിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു എനർജി തന്നെ വരും. നിങ്ങൾ ചെയ്തു നോക്കൂ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ടല്ലോ, അവിടേക്ക് ഒന്ന് പോയി കാണുക. എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പറയുന്നേ. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾ അവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു തുടങ്ങിയൂടെ? നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഫോളോ ചെയ്തുകൂടെ? ഈ ഒരു ലൈഫല്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു ജീവിതത്തെ ആസ്വദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അവിടെയാണ് നമ്മളിലേക്കൊരു ഊർജം വരിക. ഇപ്പോൾ തന്നെ ഈ റീഡിങ് കാണുന്നവരെ ഒന്ന് മിററിലൊന്ന് പോയി നോക്കി നോക്കൂ കേട്ടോ. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിമിഷത്തിൽ നിങ്ങൾ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ എനർജിയൊക്കെ എവിടെ പോയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന നിമിഷങ്ങളുണ്ട്. ഒരു എനർജി, ആ ഒരു സൗന്ദര്യം, ആ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമ്മളിലേക്ക് വേണ്ടത്. എങ്കിൽ മാത്രമാണ് എന്തും നമ്മളിലേക്ക് തിരിച്ചു വരുള്ളൂ. ആകർഷണീയം എന്നുള്ളൊരു കാര്യമുണ്ട് ഇവിടെ. വളരെ ബ്യൂട്ടിഫുൾ എന്നല്ല പറയുന്നേ, നമ്മൾക്കുള്ള സൗന്ദര്യം നമ്മുടെ മനസ്സിൻ്റെയാണ്. നമ്മൾ നല്ല ഭക്ഷണവും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ചിന്തകളിലൂടെ പോകുമ്പോൾ നമ്മളുടെ മനസ്സ് തന്നെ സന്തോഷിക്കുമ്പോഴാണ് ഇവിടെ എന്തും നമ്മളിലേക്ക് വരിക. അത്രേ ചിന്തിക്കുന്നുണ്ടോ? വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചെയ്തു നോക്കൂ. ഇനി എപ്പോഴെപ്പോഴും പറയുന്നൊരു കാര്യമാണ് പൗർണമി, ഫുൾ മൂൺ അഫർമേഷൻ. അത് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് മന്ത് ഫസ്റ്റിനാണ്, ഫെബ്രുവരി 1 ഫുൾ മൂൺ വരുന്നത്. മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇപ്പം തന്നെ പ്രയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫുൾ മൂൺ അന്ന് അത്രമേൽ ആഗ്രഹത്തോടു കൂടി, ആ ആവശ്യത്തിൻ്റെ തീവ്രത അത്രമേൽ ആഗ്രഹത്തോടു കൂടി ചെയ്യുക. എങ്കിൽ നമ്മളിലേക്ക് എന്തും തിരിച്ചു വരും, ഉറപ്പാണ്. നോക്കാം. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നിങ്ങൾക്കൊരു ഗൈഡായിട്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. യെസ്, ഫുൾ മൂൺ അഫർമേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കാർഡ്സ് എന്താണെന്നറിയോ? ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. അവരുടെ ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷനെയാണ് കാണിക്കുന്നത് കേട്ടോ. ന്യൂ കണക്ഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ന്യൂ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുന്നു. ഹോപ്പ് എന്നാണ് ഇവിടെ. അവരിലേക്ക് ന്യൂ ഫൗണ്ടഡ് ഇമോഷൻ എന്നാണ് കാണിക്കുന്നത്. എവേക്കനിങ് ദി ഹാർട്ട് എന്നാണ്. അവരും നിങ്ങളും ഒന്നു ചേരുന്ന നിമിഷം അടുത്ത് തന്നെ ഉണ്ടാകും. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങളിലേക്കുള്ളത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും. നമ്മുടെ പേഴ്സൺ നമ്മളിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്ലൂമി ആയിട്ട്, ഒരുമാതിരി നെഗറ്റീവ് എനർജിയൊക്കെ ആയിട്ട്, ചിലവരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ മടിയുള്ളവരുണ്ടാവാം, മറ്റുള്ളവരോട് ഇടപഴകാൻ മടിയുള്ളവരുണ്ടാവാം. കാരണം അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നവരുണ്ട്. എന്നാൽ നമ്മൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ, സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തും നമ്മളിലേക്ക് വരും. എല്ലാവരുടെയും സ്നേഹവും വരും. ഇപ്പം നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളെ നമ്മൾ കാണുന്നില്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണുന്നില്ല, സുഹൃത്തുക്കളെ കാണുന്നില്ല. ഒന്ന് അവരിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവരുമായിട്ട് ഇടപഴകി നോക്കൂ. നമ്മൾ കണ്ട ലോകമല്ല നമുക്ക് മുന്നിലുള്ള, നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കേ നമ്മുടെ പേഴ്സൺ നമ്മളിൽ നിന്ന് പോയി, അവരുടെ സ്നേഹം പോയി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടോ, അവരുടെ സ്നേഹം കാണാൻ ശ്രമിക്കുക. നമുക്ക് ചുറ്റുമുള്ളവരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോഴാണ് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം വരുന്നത് കേട്ടോ. ഇവിടെ പെൻറ്റക്കിളുടെ എനർജിയാണ്, പ്രിൻസസ് ഓഫ് പെൻറ്റക്കിളാണ് കിട്ടിയിട്ടുള്ളത്. മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ പുതിയതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാവും ഉള്ളത്. അത് വേണ്ട എന്നല്ല പറയുന്നേ. അതോടൊപ്പം തന്നെ
നമുക്ക് പുതിയതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുണ്ട്. അർഹമായത് നിങ്ങൾക്ക് എത്തുന്ന പറയുന്നേ. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ബിഗിനിങ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്കിൽ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നു. നിങ്ങൾക്കൊരു കാര്യം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കാണുന്നു. ആ കഴിവുകളിലൂടെ നിങ്ങൾക്ക് വരുന്ന ട്രെയിനിങ്ങിനെയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ന്യൂ കരിയർ പാത്താണ് കാണിക്കുന്നത്. അത്രയേറെ സമ്പാദ്യം നിങ്ങൾ നേടാൻ പോവുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. എത്ര മാജിക്കാണ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് സംഭവിക്കും എന്നാണ്. നിങ്ങൾ അത്രമേൽ ആഗ്രഹം വേണം. അത്രയേറെ പോസിറ്റീവിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരും. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വിധിയാണല്ലോ, എന്നിലേക്കൊന്നും സംഭവിക്കുന്നില്ലോ. അങ്ങനെയല്ല, വരും. നെക്സ്റ്റ് കാർഡ് നോക്കാം. ഇവിടെ എംപ്രസിൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ കാർഡ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ്. നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മദർഹുഡിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും എൻ്റെ കൂടെയില്ല. അങ്ങനെയല്ല യൂണിവേഴ്സ് പറയുന്നത്. നീ വിചാരിക്കുന്നത് പോലെയല്ല നിൻ്റെ ലൈഫിനെ യൂണിവേഴ്സ് കാണുന്നത്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, നിന്നിലേക്ക് എല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് നിൻ്റെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിന് നിങ്ങളോട് തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് ആണെങ്കിൽ തിരിച്ചത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ പ്രപഞ്ചശക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് അനന്തമായ സ്നേഹമാണ്. ആ സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ഈ റീഡിങ് കാണുന്നവർ പോലും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലാണ് കാണുന്നത്. മനസ്സൊത്തിരി വേദനിച്ച് റീഡിങ് കാണുന്നവരുണ്ട്. ആ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആരുമില്ല എന്ന് കരുതരുത്. നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതരുത്. നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുണ്ട്. ആ ഒരു ശക്തി നിങ്ങളിലുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇത്രയും ഒരു എനർജി ആയിട്ട് നിൽക്കുന്നത്. എനർജി നഷ്ടപ്പെട്ട നിങ്ങളിലേക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അറിവുകളാവട്ടെ, എന്തൊരു കാര്യമായാലും നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയം മുതൽ പ്രപഞ്ചശക്തി നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരാനായിട്ട് അപ്പം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രൊട്ടക്ഷൻ നമ്മൾ അനുഭവിക്കുന്നത് അമ്മയുടെ ഉദരത്തിലാണ്. അവിടെ നിന്ന് നമ്മൾ ലോകം കാണുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളിലേക്ക് നെഗറ്റീവിനെയും പോസിറ്റീവിനെയും ഒക്കെ കൊണ്ടുവരുന്നത്. ആ നെഗറ്റീവ് ചിന്തകളെയാണ് നമ്മൾ ദൂരേക്ക് എടുത്തു കളയേണ്ടത്. പോസിറ്റീവിനെ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സ് നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ ഡിവൈൻ കണക്ഷനാണ്, നിങ്ങളും യൂണിവേഴ്സുമായിട്ടുള്ള ഡിവൈൻ കണക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ റിച്ച് ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങുകയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 3 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് യൂണിവേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾ, സിബ്ലിങ്സ്, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉറ്റ സുഹൃത്തുക്കളെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിനെയാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വളരെയേറെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം, ആശ്വാസം ഉണ്ടാകുന്നുണ്ടാവാം. നിങ്ങൾ ചിന്തിക്കും, ഇത്രയും നാളും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങാതിരുന്നിട്ടുള്ളത്, അവരോട് ഇടപഴകാതിരുന്നിട്ടുള്ളത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു നിമിഷത്തെ എൻജോയ് ചെയ്യാനാണ്. കുറച്ച് നിമിഷമാവാം, ആ നിമിഷത്തെ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി വരിക? നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കപ്പെടണം, നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മൾ കാണണം. ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴേ നിങ്ങളുടെ ഫ്രണ്ട്സോ സിബ്ലിങ്സോ ഒക്കെ വിളിക്കുന്നുണ്ടാവാം, വരൂ നമുക്കൊന്ന് പുറത്ത് പോവാം, കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാം. നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്നവരുണ്ടാവാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തന്നെയാണ് നേടിയെടുക്കേണ്ടത്. ഇവിടെ നിങ്ങളാണോ പ്രവർത്തിക്കേണ്ടത്? യൂണിവേഴ്സ് പറയുന്നു അടുത്ത ദിവസങ്ങളിലായിട്ട് ഒന്നെങ്കിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, 3 ദിവസം 3 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നൊരു കാര്യമായിരിക്കാം. അവിടെ നിങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ്.
ഉള്ള നിമിഷം നമ്മൾ എൻജോയ് ചെയ്യൂ കേട്ടോ. നമുക്ക് നമ്മൾ തന്നെയാണ് ഒക്കെ നേടിയെടുക്കേണ്ടത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് 5 of Wands-ന്റെ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിലാവാൻ കാരണം ഒരു ചലഞ്ച് പോലെയാണ് അവർ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു ലെവലിംഗ് അപ്പാണ് കാണിക്കുന്നത്, തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഒരു തുല്യത നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഈഗോ ബേസ്ഡ് പേഴ്സൻ്റെ എനർജി ആയിരിക്കാം ഇവിടെ കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കരിയർ, അവരുടെ ലൈഫൊക്കെ നോക്കുമ്പോൾ അവർക്കൊപ്പം നിങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കാം അവർ ഒരു ഈഗോ പേഴ്സൺ എന്ന് യൂണിവേഴ്സ് പറയുന്നത്. ഒരു തുല്യത തരാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ചുറ്റുമുള്ള വ്യക്തികളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അവരുടെ വാക്കുകൾക്കാവാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം. ഇന്ന് അവർ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുകയാണ്. അവർ ഒന്നുമല്ല എന്നുള്ള റിയാലിറ്റി. ഇവിടെ ഓരോ വ്യക്തിയിലേക്കും തിരിച്ചറിവ് വരുമ്പോഴാണ് അവരുടെ തെറ്റിനെ അവർ മനസ്സിലാക്കുന്നത്. തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ആക്ഷൻ എടുക്കുന്ന കാർഡ്സിനെയാണ് കാണിക്കുന്നത്. അവർ പരിശ്രമിക്കുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട്, ഒരു അവസരത്തിനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ സുഹൃത്തുക്കളുണ്ടാവാം, നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ടാവാം. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരിലും യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ പേഴ്സണെ അവർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ പ്രവർത്തനവും അവിടെ ആവശ്യമാണ്. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഹാർമണി യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അവർ നിങ്ങളെ കാണുവാനോ സംസാരിക്കുവാനോ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ പദ്ധതി ഇടുന്നു എന്നാണ് പറയുന്നത്. 2 of Wands കാർഡിൻ്റെ എനർജിയാണ്, ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യത്തെയാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, മാറി നിന്നിട്ടുള്ളത്. ഇന്ന് അവർ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. പ്ലാനിങ് ആണ് കാണിക്കുന്നത്. അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുരോഗതി തന്നെയാണ് കാണിക്കുന്നത്. മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്ന വാണ്ടിനെയാണ് ഇപ്പോൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത്. നിങ്ങളിലേക്കാണ് അവർ ശ്രദ്ധ കൊടുക്കുന്നത്. ഇവിടെ പ്ലാൻഡ് ആക്ഷനെയാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫ് തന്നെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പല സന്ദർഭങ്ങളായിട്ട് നിങ്ങളും അവരും കാണാനായിട്ടുള്ള അവസരം അവർ തന്നെയാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നല്ല രീതിയിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് മസ്റ്റാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ലതുപോലെ ചിന്തിച്ചു പ്രവർത്തിച്ചു അവർ വരുന്നു. അത് നല്ലൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടാൻ പാടില്ല അല്ലേ? അപ്പോൾ അവർ എടുക്കുന്ന തീരുമാനം ആത്മാർത്ഥത്തോട് കൂടിയിട്ട് സത്യസന്ധമായിട്ടും ആവട്ടെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ നമുക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അവർ തെറ്റിദ്ധരുത്തിക്കൊണ്ട് തന്നെയാണ്, അവരുടെ ഒരു ഈഗോ ഒക്കെ അവർ കുറച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ടൈം കാർഡ് എന്താ പറയുന്നത്. അപ് ടു നെക്സ്റ്റ് മാർച്ച് എന്ന് കാണിക്കുന്നുണ്ട്. 2 മാസം കേട്ടോ. ഇൻ 29 ഡേയ്സ് എന്ന് കാണിക്കുന്നുണ്ട്. നോട്ട് പോസിബിൾ. എല്ലാവർക്കും എന്നല്ല, ചിലവർക്ക് നോട്ട് പോസിബിൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചിന്തകളുള്ളവർക്ക്, എന്നിലേക്ക് വരുമോ എന്ന് സംശയമുള്ളവർക്കുള്ള കാർഡാണ് കേട്ടോ. നോട്ട് പോസിബിൾ, അങ്ങനെ പാടില്ല. അപ് ടു നെക്സ്റ്റ് ജൂലൈ. നോട്ട് പോസിബിൾ എന്നൊരു കാർഡ് വന്നുകൊണ്ടാണ് ഞാനൊരു കാർഡും കൂടി എടുത്തത്. നെക്സ്റ്റ് ജൂലൈ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു ഡേറ്റ് 29 എന്നുള്ളൊരു ഡേറ്റ് ആണ് കേട്ടോ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് 29 എന്നുള്ളൊരു ഡേറ്റ് ഉണ്ട്. അപ് ടു നെക്സ്റ്റ് മാർച്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് ഇഷ്ടമല്ല, അത്ര പ്രതീക്ഷയോടുകൂടി കാണല്ലേ. അപ്പോൾ ഈ കാർഡ് നിങ്ങൾ കാണേ വേണ്ട. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും കാർഡ്സ് മാനിഫെസ്റ്റ് ചെയ്താൽ മതി. 29 അപ് ടു നെക്സ്റ്റ് ജൂലൈ, മാർച്ച്. ഇത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ ഒത്തിരി പേര് റീഡിങ് കാണുന്നേ. പ്രതീക്ഷ കൈവിടാതെ തന്നെ കാണുക. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ എന്തും നിങ്ങളിലേക്ക് കൊണ്ടുവരാം കേട്ടോ. Mend soul, in depth,
back and forth. First blush, plan ahead, find romance. ഒരു കാർഡ് കൊണ്ട് എടുക്കാം. അഡ്വെഞ്ചർ, നിങ്ങളുടെ എനർജിയാണ് അഡ്വെഞ്ചർ. സെൽഫ് ലവ് ചെയ്യുക, അത് മസ്റ്റാണ് കേട്ടോ. മെൻസോൾ, ലവ് വിത്ത് പേർപ്പസ്, ഹീൽ വിത്ത് കമ്പാഷൻ. ലക്ഷ്യത്തോടെ സ്നേഹിക്കുക, അനുകമ്പയോടെ സുഖപ്പെടുത്തുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. സഹാനുഭൂതി കാണിക്കുക, ക്ഷമിക്കുക, പുതുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമ്മുടെ സോളിനെ നന്നാക്കുക എന്നാണ്. അപ്പോൾ നെഗറ്റീവ് ചിന്തകളുള്ള വ്യക്തികളുണ്ട്, ഈഗോ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കും വാശിയൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ വാശിയും വൈരാഗ്യമൊക്കെ മാറ്റി വയ്ക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അതൊരു ലക്ഷ്യത്തോടെ സ്നേഹിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അനുകമ്പ വേണമെന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ പാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കോ പ്രവൃത്തിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സുഖപ്പെടുകയുള്ളൂ. മനസ്സിനേറ്റ മുറിവുണ്ട് എന്ന് പറയുന്നു. പറഞ്ഞ വാക്കുകളാവാം, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇൻ ഡെപ്ത് കണക്റ്റിംഗ് ഓൺ എ ഡീപ്പർ ലെവൽ ഓർ കോംപ്ലക്സ് ഫീലിങ്സ്. ഇവിടെ നിങ്ങളുടെ ഫീലിങ്സിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ആഴത്തിലുള്ള തലത്തിലോ സങ്കീർണമായ വികാരങ്ങളിലോ ബന്ധിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കും, അവർ എന്നെ മറന്നിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അവരെന്നിൽ നിന്ന് മാറി നിൽക്കുന്നത്? അങ്ങനെയല്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ ആകർഷിച്ച എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ അവരെ ആകർഷിച്ചിട്ടുള്ളൊരു വ്യക്തി നിങ്ങളാണ്, അവരുടെ ഹൃദയത്തെ തൊട്ടിട്ടുള്ളൊരു വ്യക്തി നിങ്ങളാണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരികയാണ്. ബാക്ക് ആൻഡ് ഫോർത്ത്, ചേഞ്ചിങ് യുവർ മൈൻഡ് ഓർ ബീയിങ് കൺഫ്യൂസ്ഡ് ഇമോഷണലി. നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ മനസ്സ് മാറ്റുക, വൈകാരികമായിട്ടുള്ള ആശയക്കുഴപ്പത്തിലാകുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളിലേക്കൊരു അനിശ്ചിതത്വമാണ്, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിൽ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ മെഡിറ്റേഷൻ ചെയ്യുക, എന്നാലും നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, നെഗറ്റീവ് ചിന്തകൾ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അത് ചെയ്യാം. ഫസ്റ്റ് ബ്ലഷ്, സോഫ്റ്റ് വിസ്പേഴ്സ് ഓഫ് അഫെക്ഷൻ മേക്ക് ലവ് ബ്ലൂംസ്. സ്നേഹത്തിൻ്റെ മൃദുലമായ മന്ത്രിപ്പുകൾ പ്രണയത്തെ പൂവണിയിക്കുന്നു എന്നാണ്. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മളുടെ ചക്രാസ് ആക്റ്റീവ് ആവും, 7 ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു സ്നേഹത്തെ അനുഭവിക്കാൻ പറ്റും. ഓക്കെ, കാണുന്നുണ്ടോ? അപ്പോൾ ഈ ബന്ധത്തിൽ ആവശ്യം സൗമ്യതയാണ്, പിന്നെ റൊമാൻസ് ആണ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ആവശ്യം. സൗമ്യത എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റായിട്ട് ബിഹേവ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു എന്താ പറയുക, എടുത്തുചാട്ടൊന്നും വേണ്ട കേട്ടോ. അവർ തിരിച്ചു വരുമ്പോഴേക്ക് സോഫ്റ്റായിട്ട് കാര്യങ്ങൾക്ക് വ്യക്തത കൊടുക്കുക. പ്ലാൻ അഹെഡ്, നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നൊരു കാര്യമാണ്. പ്രിപ്പയർ ഫോർ എ റെയിനി ഡേ ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ. ഒരു മഴക്കാലത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് അവിടെ കാണിക്കുന്നത്. പ്ലാൻ ചെയ്യുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെ തന്നെ ഒരു വഴക്കമുള്ള വ്യക്തിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ, അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരുത്തപ്പെടൽ വേണം, ദീർഘവീക്ഷണം വേണം എന്ന് പറയുന്നു. പിന്നെ നിക്ഷേപം എന്നാണ് പറയുന്നത്. പൊരുത്തപ്പെടൽ, ദീർഘവീക്ഷണം, ഇൻവെസ്റ്റ്. അപ്പോൾ ഈ ബന്ധത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ സ്നേഹങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ട്രസ്റ്റ് വേണം. അതുപോലെ തന്നെ പൊരുത്തപ്പെടണം, എല്ലാത്തിലും പൊരുത്തപ്പെട്ട് നിൽക്കണം. ആ ഒരു പൊരുത്തക്കേട് മാത്രമാണ് നിങ്ങളുടെ ബന്ധത്തിൽ കഴിഞ്ഞു പോയ ഒരു എനർജി ആയിട്ട് കാണിക്കുന്നത്.
പിന്നെ ദീർഘവീക്ഷണം വേണം. നമ്മുടെ ലൈഫാണ്, എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു ദീർഘവീക്ഷണം വേണം. ചുറ്റുമുള്ള എനർജീസിനെ നമ്മൾ അറിയണം. എല്ലാവരും നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നന്മ വരണമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി പോവാൻ, മുന്നോട്ട് പോകാൻ. യൂണിവേഴ്സ് പറയുകയാണ്, ഫൈൻഡ് റൊമാൻസ് caught up in a whirlwind of emotions and promises. വികാരങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും ചുഴലിക്കാറ്റിൽ കുടുങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അവരും നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താണത് പറയാനുള്ളത്? കമ്മിറ്റ്മെൻ്റ് ആണ്. നോക്കൂ, മിസ്റ്ററിയാണ്, അട്രാക്ഷനാണ്. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണെ എത്തിക്കാൻ പോവാണ്. അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് നിഗൂഢമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രപഞ്ചം നിങ്ങളെ കണ്ടുമുട്ടുവാനും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിയൂണിയനും ഒക്കെ പ്രപഞ്ചം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നെഗറ്റീവ് ചിന്തകൾ വേണ്ട. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, ആദ്യമൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അവരോടൊരു സ്പാർക്ക് ഫീൽ ചെയ്തിരുന്നു. എവിടെയോ കണ്ട് പരിചയമുള്ളൊരു പേഴ്സൺ, എന്താണെന്നറിയില്ല, അവരെ മറക്കാൻ പറ്റണില്ല. ഇപ്പം പോലും കുറേ പേര് ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇല്ലേ? ഇനി ലാസ്റ്റ് കാർഡ് അഡ്വെഞ്ചേഴ്സാണ്, നിങ്ങളുടെ എനർജിയാണ്. ഹാവിങ് ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. നിങ്ങൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. ചെറിയൊരു യാത്രയാവാം, അഡ്വെഞ്ചറായിട്ട് ചെയ്യുന്നവരാവാം. പുതിയ അനുഭവങ്ങൾ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു സമയത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു, പുതിയ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ സാഹസികമായിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ട്രാവൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ചേഞ്ച് പ്ലാൻസ്. അപ്പോൾ ഒരു യാത്ര നിങ്ങൾക്ക് എന്തായാലും വേണം. പ്ലാൻ ചെയ്തവർക്ക് ഒരു മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. പ്ലാൻ ചെയ്തവർക്ക് ആ ഒരു പ്ലാനിങ് അങ്ങനെ തന്നെ പോവാം. നിങ്ങളിലേക്കൊരു ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾ ഒരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങൂ. നമുക്ക് ചുറ്റുമുള്ള സന്തോഷത്തെ കാണാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്കുള്ള പ്ലാനിങ്ങിനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് വരുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേർക്ക് ഒരു യാത്ര കാണിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ അനുഭവം എന്ന് പറയുന്നത് യാത്ര. അതിലൂടെ നിങ്ങൾ നേടാൻ പോകുന്ന പുതിയ പുതിയ പരിചയക്കാർ, പുതിയ പുതിയ വ്യക്തികൾ, സുഹൃത്തുക്കളൊക്കെ. നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കൂ കേട്ടോ. നമുക്ക് ചുറ്റുമുള്ളവരെ എല്ലാവരും നല്ലവരല്ല. നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും നമുക്ക് നന്മ തരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നന്മ കൊണ്ടുവരാനായിട്ട് വിചാരിക്കുന്നവരെല്ലാം. നമ്മൾ പ്ലാൻ ചെയ്യാം, നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യാം. യാത്രയ്ക്ക് ഒരുങ്ങുക. ഒരു വൺ ഡേ ട്രിപ്പ് ആയിക്കോട്ടെ. നമ്മുടെ മനസ്സിനല്ലേ സന്തോഷം കിട്ടേണ്ടത്, നമ്മളല്ലേ ഉഷാറാവേണ്ടേ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അവർക്ക് ആ ഒരു രീതിയിൽ പോവാം. പോകുന്ന വഴിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാവും പോവാം, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടാം. അപ്പോൾ പുതിയ വ്യക്തികൾ, പുതിയ അനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ആ സെൽഫ് ലവ് ചെയ്യുന്ന ആ ഒരു നിമിഷമാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. സെൽഫ് ലവ് ചെയ്യുമ്പോഴും പുതിയ പുതിയ വ്യക്തികൾ നമ്മളിലേക്ക് വരുമ്പോഴും നല്ലതും ചീത്തയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. നല്ലതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ വിട്ടുകളയുക. അപ്പോൾ നല്ലതിനെ സ്വീകരിക്കാനായിട്ട് ഓരോരുത്തരെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സ് എന്താ തരുന്നേ? നമ്മളിലേക്ക് എന്താ തരുന്നേ? ബ്ലെസ്സിങ്സ് ആണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പോസിറ്റീവാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ, പോസിറ്റീവ് ഓറയുള്ളവരോട് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം. നമുക്ക് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, ഡിസ്റ്റൻസ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കൂ കേട്ടോ. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന പുതിയ പുതിയ ബന്ധങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ റീഡിങ് ഞാൻ നിർത്തട്ടെ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരും. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.